ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ലിജീസ് വ്ളോഗ്സിൻ്റെ ഈ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. എന്തൊക്കെയുണ്ട് എല്ലാവരുടെയും വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖമല്ലേ? ഇവിടെ ഞങ്ങൾക്ക് എല്ലാവർക്കും സുഖം. നല്ല തണുപ്പിലേക്ക് ഇങ്ങനെ ഞങ്ങൾ കടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ദിനം പ്രതി ഇപ്പോൾ തണുപ്പ് കൂടിക്കൊണ്ടിരിക്കുകയാണ്. ചൂടൊക്കെ കുറഞ്ഞു കേട്ടോ. ചൂടൊക്കെ നല്ലപോലെ തന്നെ പോയി. ഇപ്പോൾ ഞങ്ങൾക്ക് ചെറുതായിട്ട് സ്വെറ്റർ, ഷോള്, സോക്സ് കാര്യങ്ങളൊക്കെ ഇടേണ്ട സമയമായിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ ഞങ്ങൾ സ്കൂളിലേക്കൊക്കെ പോകുമ്പോൾ സ്വെറ്ററൊക്കെ ഇട്ടിട്ടാണ് പോകുന്നത്. അതുപോലെ ചെവിയൊക്കെ അടച്ചു വെക്കണം, അല്ലെങ്കിൽ ജലദോഷമൊക്കെ പിടിക്കും. അപ്പോൾ എനിക്കിപ്പോൾ ജലദോഷം, തൊണ്ടവേദനയൊക്കെ പിടിച്ചേക്കാണ്. അപ്പോൾ അത് എന്തായാലും ഇനിയിപ്പോൾ ഒരാഴ്ചയൊക്കെ എന്തായാലും പിടിക്കും മാറാനായിട്ട്. പിന്നെ വിൻ്ററിൽ സാധാരണ വരുന്ന ആ ഒരു മൂക്കടപ്പൊക്കെ ഉണ്ട്. അതൊക്കെ എനിക്ക് വിൻ്റർ സീസണൊക്കെ ഇനി കഴിഞ്ഞാലാ തീർത്തും മാറുള്ളൂ. അതുകൊണ്ട് വോയിസിൻ്റെയൊക്കെ ചെറിയൊരു പ്രശ്നം ഉണ്ടാവും. ചിലപ്പോൾ വേഗം മാറാനും മതി, അറിയില്ല. ആവി പിടിക്കാനൊക്കെ തുടങ്ങണം ഇനി. അങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ കാര്യങ്ങൾ. പിന്നെ ആൽവിൻ്റെ കേസൊക്കെ ചോദിച്ചത് നമ്മുടെ ഒത്തിരി ഫ്രണ്ട്സൊക്കെ ചോദിച്ചായിരുന്നു. അപ്പോൾ ആൽവിൻ്റെ കാര്യങ്ങൾ ഇപ്പോൾ ഒന്നും മുഴുവൻ തീർത്ത് പറയാറായിട്ടില്ല. അപ്പോൾ ഞാനിവിടുത്തെ എല്ലാം ഒന്ന് ഓക്കെ ആയി, ഒക്കെ റെഡി ആയിട്ട് നിങ്ങളുടെ അടുത്ത് വിശദമായിട്ട് നിങ്ങളെ അറിയിക്കാമെന്ന്. ഇപ്പോൾ ആൽവിൻ PCC കിട്ടാനായിട്ട് പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് കിട്ടണം ആൽവിന്. അപ്പോൾ അതിനായിട്ട് വെയിറ്റ് ചെയ്യണം. അപ്പോൾ അത് കിട്ടിയിട്ട് വേണം വിസയുടെ കാര്യങ്ങൾക്കൊക്കെ ആയിട്ട് നാട്ടിലേക്ക് പോകാനായിട്ട്. അപ്പോൾ നാട്ടിൽ നിന്നാണ് വിസയുടെ കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ അതെല്ലാം കിട്ടിക്കഴിഞ്ഞിട്ട് എല്ലാം ഓക്കെ ആയി കഴിയുമ്പോൾ നമുക്ക് വരും ദിവസങ്ങളിൽ എന്തെങ്കിലും ഞാൻ വീഡിയോയിൽ ക്ലിയർ ആയിട്ട് പിന്നെ പ്രൊസീജിയർ കാര്യങ്ങളെല്ലാം നിങ്ങളോടും കൂടെ ഷെയർ ചെയ്യാട്ടോ പറ്റുന്ന പോലെയൊക്കെ. പിന്നെ ഇപ്പോൾ ആൽവിൻ പുറത്ത് പോയേക്ക് കടയിൽ പോയേക്കാണ് സാധനങ്ങളൊക്കെ വാങ്ങിക്കാനായിട്ട്. ഇന്ന് ആൽവിനെ പറഞ്ഞു വിട്ടേക്കാണ്. ഞങ്ങൾക്ക് ടൈമില്ല, ഞങ്ങൾ ബിസിയാണ്. അപ്പോൾ പഞ്ചുവിൻ്റെയൊക്കെ എക്സാമും കൂടെ നടക്കല്ലേ. അപ്പോൾ അതുകൊണ്ട് ആൽവിനെ പറഞ്ഞു വിട്ടു. ആൽവിൻ വീട്ടിലുള്ള ഫ്രീ ആയിട്ടിരിക്കണല്ലോ ആൽവിൻ. അപ്പോൾ ആൽവിനെ വിട്ടിട്ടുണ്ട്. ആൽവിൻ ഇപ്പോൾ കുറച്ച് കഴിയുമ്പോഴേക്കും എത്തും. അപ്പോൾ ആൽവിൻ വന്നു കഴിയുമ്പോൾ നമുക്ക് ബാക്കി വിശേഷങ്ങളായിട്ട് കാണാം. ഇന്ന് അങ്ങനെ ആൽവിൻ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് തിരിച്ചു വരുന്നതാണ് ഈ കാണുന്നത്. ഇന്ന് ആൽവിനെ വിട്ടായിരുന്നു വീട്ടിലേക്കുള്ള പച്ചക്കറി, കിച്ചൺ ഐറ്റംസ് കാര്യങ്ങളെല്ലാം വാങ്ങിക്കാനായിട്ട്. കാരണം അഞ്ജുവിൻ്റെ എക്സാം നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞങ്ങൾക്ക് പോകാൻ പറ്റില്ല. അപ്പോൾ ഇന്നത്തെ ഷോപ്പിംഗൊക്കെ ചെയ്തതാ ആൽവിൻ സാധനങ്ങളൊക്കെ ആയിട്ട് ഇതാ വരുന്നു. ആൽവിൻ സ്കൂട്ടിയിൽ പോയി കൊണ്ടുവന്നേക്കുന്നതാണ് ഈ കാണുന്നത്. അപ്പോൾ അതാ ഇന്ന് ആൽവിൻ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് വന്നപ്പോൾ കൊണ്ടുവന്നിരിക്കുന്ന ഐറ്റം ആട്ടത് ചിക്കൻ ഫ്രൈ. അപ്പോൾ പുറത്ത് പോയി വന്നതല്ല, എന്തെങ്കിലും കഴിക്കാൻ വാങ്ങിച്ചുകൊണ്ടിരാന്ന് പറഞ്ഞ് വാങ്ങിച്ചുകൊണ്ടിരിക്കുന്നതാണ്. അതിൻ്റെ ഒപ്പം ഇതെന്താ സോസോ? ചട്നി. ഓക്കെ, ചട്നി. ഓ അഞ്ജു പഠിപ്പായിരുന്നു. പരീക്ഷയുണ്ട് നാളെ. എന്താ പരീക്ഷ? ഇംഗ്ലീഷ് 1ഉം കമ്പ്യൂട്ടറും. നാളെ 2 എക്സാം ഉണ്ട്. അപ്പോൾ ഇവിടുത്തെ പൊരിഞ്ഞ വിശപ്പ് കാരണം കൊണ്ട് ചേട്ടൻ വാങ്ങിച്ചുകൊണ്ടിരിക്കുന്ന ഐറ്റം സൂപ്പർ അടിപൊളിയാണോ? അന്ന് ഞാനൊന്ന് കഴിച്ചു നോക്കട്ടെ. ആ ചട്നിയുടെ അരിവാ ഇത് നല്ല ചൂടുണ്ട്. അപ്പൊ തന്നെ ഉണ്ടാക്കിയത്. ഓക്കെ ഓക്കെ. അടിപൊളി ടേസ്റ്റ് കേട്ടോ, സൂപ്പർ. ചിക്കൻ ഫ്രൈയും ചട്നിയും കൂടെ അടിപൊളി. ആളുകളുടെ സ്നേഹമായിട്ട് കാണുന്നത് പെങ്ങൾക്ക് കോളടിച്ചു വന്നായിരുന്നു. ആ പേരും പറഞ്ഞ് ഞങ്ങൾക്ക് കൂടെ കഴിക്കാം. നല്ലതാണ്. ചേട്ടനോട് ഇല്ല, പുറത്ത് കഴിക്കണം. ചേട്ടനോട് മാറ്റി വെച്ചിട്ടുണ്ട്. ഞങ്ങൾ ഞങ്ങളുടെ ഷെയർ കഴിച്ചുകൊണ്ടിരിക്കുന്നതാണ്. അപ്പോൾ ആൽവിൻ്റെ ഐറ്റംസ്, കിച്ചൺ ഐറ്റംസ് ഒക്കെ ഈ ഒരാഴ്ചത്തേക്ക് വേണ്ട ഐറ്റംസ് എല്ലാം വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ. ഇനി എനിക്കിത് ഓരോന്നായിട്ട് സെറ്റ് ചെയ്യണം. അപ്പോൾ ഒരു ഭാഗത്തുനിന്ന് തുടങ്ങണം. അങ്ങനെ ഇത് ഞങ്ങളിങ്ങനെ എഗ്ഗ് 1 ട്രേ ആയിട്ട് വാങ്ങിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് ഒരാഴ്ചത്തേക്ക് ഇത് ധാരാളം മതി. ഇന്നത്തെ ഐറ്റം ഇത് ഫ്രൂട്ട്സ് വാങ്ങിച്ചതുകൊണ്ടാണ്. പഴം ഞങ്ങൾക്ക് ഇവിടെ കിട്ടുന്ന റോബസ്റ്റ് പഴം. ഇത് റോബസ്റ്റ് പഴം ഞങ്ങൾക്കിവിടെ എപ്പോഴും റോബസ്റ്റ് പഴം തന്നെ കിട്ടുള്ളൂ. കേരളത്തിൽ കിട്ടുന്ന പോലെ ചെറുപഴം, നേന്ത്രപ്പഴം ഒന്നും കിട്ടില്ല കേട്ടോ. ബിസ്ക്കറ്റ് വാങ്ങിച്ചിരിക്കുന്നത്. ഇത് തക്കാളി. അപ്പൊ ഞങ്ങൾക്ക് നല്ല അടിപൊളി തക്കാളി കിട്ടും കേട്ടോ. അപ്പൊ തക്കാളി കൊണ്ട് നമുക്ക് ഒരു വീഡിയോ പെൻഡിങ് ഉണ്ട്. നമ്മൾ ഒത്തിരി ഫ്രണ്ട്സ് ചോദിച്ചിരുന്ന ഒരു വീഡിയോ ഉണ്ട്. അത് ഞാൻ ഈ ദിവസങ്ങളിൽ എന്തെങ്കിലും അപ്ലോഡ് ചെയ്യാം കേട്ടോ. ഞങ്ങൾ ട്രാവൽ ചെയ്യുമ്പോൾ യൂസ് ചെയ്യുന്ന തക്കാളി ചട്നിയുടെ വീഡിയോ നമ്മുടെ ഒത്തിരി ഫ്രണ്ട്സ് ചോദിച്ചായിരുന്നു. ഞങ്ങൾ നാട്ടിലേക്ക്, കേരളത്തിലേക്ക് പോകുന്ന സമയത്ത് ഞാൻ ഉണ്ടാക്കി അത് കുപ്പിയിലാക്കിയൊക്കെ കൊണ്ടുപോകാനായിട്ട് ഒത്തിരി പേര് ചോദിച്ചിരുന്നു. അന്നോട്ട് ഞാൻ പറഞ്ഞതാ എടുക്കാമെന്ന് വീഡിയോ അപ്ലോഡ് ചെയ്യാമെന്നൊക്കെ. പക്ഷേ എനിക്ക് ടൈം കിട്ടിയില്ല. അപ്പോൾ എനിക്ക് തക്കാളി ഇങ്ങനെ കണ്ടപ്പോൾ ഓർമ്മ വന്നു. തീർച്ചയായിട്ടും ഉണ്ടാക്കാം. ഈ ദിവസങ്ങളിൽ എന്തെങ്കിലും ഉണ്ടാക്കി അടുത്ത് തന്നെ വീഡിയോ വരുന്നതായിരിക്കും. പിന്നെ ഇത് എന്താണെന്നൊക്കെ തുറന്നു നോക്കിയാൽ തന്നെ അറിയുള്ളൂ. ഇതൊക്കെ പച്ചക്കറികളാട്ടോ. വെണ്ടക്കായ, ഇത് ഞങ്ങളുടെ കറി വെക്കുന്ന കായ, നമുക്ക് തോരനൊക്കെ വെക്കാനുള്ള ഉപ്പേരി വെക്കുന്ന കായ.
ഇത് ഞങ്ങളിവിടെ വാങ്ങിക്കുന്ന റിഫൈൻഡ് ഓയിലാട്ടോ. ഫോർച്യൂൺ അതിന്റെ പേര്. സോയാബീന്റെ ഓയിലാണിത്. ഇതിപ്പോ ഇന്ന് പാലിൽ വാങ്ങിച്ചുകൊണ്ടിരിക്കുന്നത് ഇതാണ്. പിന്നെ ഇത് ഞങ്ങള് തണുപ്പ് കാലത്ത് ഉപയോഗിക്കുന്ന കടുകെണ്ണയാട്ടോ. ഞങ്ങളിത് വിന്റർ സീസണിലൊക്കെ, വിന്റർ സീസണിൽ മാത്രമല്ല സമ്മറിലൊക്കെ ഉപയോഗിക്കാട്ടോ. വിന്ററിൽ ഇത് കൂടുതൽ നല്ലതാണ്. ചിക്കൻ ഉണ്ടാക്കുമ്പോ മട്ടൺ ഉണ്ടാക്കുമ്പോഴൊക്കെ കടുകെണ്ണയിൽ ഉണ്ടാക്കിയാൽ നല്ല ടേസ്റ്റ് ആട്ടോ. ഇത് നമ്മളിത് ഉണ്ടാക്കുന്ന സമയത്ത് ഇതിന്റെ ആവി ഒന്ന് പോകാൻ നമ്മളൊന്ന് വെയിറ്റ് ചെയ്യണം. ആവി പോയിട്ട് നമ്മൾ ഇതിനകത്തേക്ക് സവോളയും മറ്റു നമുക്ക് വഴറ്റേണ്ട സാധനങ്ങളൊക്കെ ഇടാവും. അല്ലെങ്കിൽ ഇതിനൊരു സ്മെല്ലുണ്ടാവും. അപ്പൊ ആ സ്മെല്ലൊന്ന് പോയി കിട്ടാനായിട്ട് നമ്മൾ ആവി പോകുന്നവരെ ജസ്റ്റ് വെയിറ്റ് ചെയ്താൽ മതി. അങ്ങനെ വലിയ ഓവർ ബാഡ് സ്മെല്ലൊന്നുമല്ല, എന്നാലും ചിലവർക്ക് ചിലപ്പോൾ അതിന്റെ സ്മെല്ല് പിടിക്കില്ല. ഞങ്ങളിപ്പോൾ ഇത് യൂസ് ടു ആയി, ഞങ്ങൾക്ക് കുഴപ്പമില്ല. അപ്പൊ ഇത് ഹെൽത്തിന് ഒത്തിരി നല്ലതാണ്. എല്ലാവരും അടിപൊളി ആയിട്ടാണ് കടുകെണ്ണ. ഇതൊക്കെ മാറ്റി മറിച്ചൊക്കെ ഞങ്ങൾ യൂസ് ചെയ്യാറുള്ളത് കേട്ടോ. അടുത്തതാ ലൗക്കി. ഞങ്ങൾ പറയുന്ന ലൗക്കി, നിങ്ങൾ പറയുന്ന ചിരക്ക. നമുക്കുണ്ടെങ്കിൽ മോരുകറി, സാമ്പാർ കാര്യങ്ങൾക്കൊക്കെ ഇത് മതിയല്ലോ. പച്ചക്കറി വാങ്ങിക്കാൻ പറഞ്ഞായിരുന്നു. ആദ്യം പച്ചക്കറി ഇഷ്ടംപോലെ വാങ്ങിയിട്ടുണ്ട്. ക്യാരറ്റ്, പിന്നെന്താ കോളിഫ്ലവർ. ഇപ്പൊ ഞങ്ങൾക്ക് നല്ല അടിപൊളി കോളിഫ്ലവർ ഒക്കെ കിട്ടും. അപ്പൊ കോളിഫ്ലവറിന്റെ ഒക്കെ സീസൺ ആയി തുടങ്ങി. അപ്പൊ അതാ ഇതിന്റെയൊക്കെ തണ്ടൊക്കെ കളഞ്ഞ് ഇതിനൊക്കെ കട്ട് ചെയ്ത് ചെറിയ പീസുകളാക്കി എനിക്ക് ഫ്രിഡ്ജിനകത്ത് എടുത്ത് വെക്കണം. നമ്മളിങ്ങനെ തന്നെ ഫ്രിഡ്ജിനകത്ത് കൊണ്ടുപോയി വെക്കാൻ പോയാൽ നമുക്ക് സ്ഥലം കുറവായിരിക്കും. പിന്നെ ഇത് നമ്മുടെ ക്യാപ്സിക്കം. ക്യാപ്സിക്കം ഞങ്ങൾക്ക് പനീർ ഒക്കെ ഉണ്ടാക്കുമ്പോൾ ഇവിടെ ഞങ്ങൾ തണുപ്പാലത്തൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കുന്ന ഒരു ഐറ്റമാണ് പനീർ കറി. ചില്ലി പനീർ ഉണ്ടാക്കാറുണ്ട്. അപ്പൊ ചില്ലി പനീറിനായാലും ഇത് വേണം, പനീർ കറി ഉണ്ടാക്കുമ്പോഴായാലും ഇത് വേണം. പിന്നെ ഇതാ പയർ. ഇപ്പൊ കിട്ടുന്ന നല്ല അടിപൊളി പച്ചപ്പയറാണിത്. പിന്നെയുള്ള ഐറ്റം എന്താ, ഞങ്ങൾക്കൂടെ കിട്ടുന്ന ഗ്രീൻ പീസ് ആണത്. അപ്പോൾ ഇതിന്റെ തൊണ്ടൊക്കെ കളഞ്ഞ് ഇതിനെ ഒരു ബോക്സിലാക്കി ഇതെടുത്ത് വെക്കണം. അപ്പൊ ഇങ്ങനത്തെ ഐറ്റംസ് ആണ് ആദ്യം വാങ്ങിച്ചുകൊണ്ട് വന്നിരിക്കുന്നത്. ഇതെല്ലാം ഇനി എനിക്കിവിടെ റെഡി ആക്കണം. ഇങ്ങനത്തെ അടുത്ത ഐറ്റം എന്താ, ഇവിടെ മത്തങ്ങ. ഇതൊക്കെ നമുക്ക് എരിശ്ശേരി ഉണ്ടാക്കാൻ ഉപകരിക്കും. അതുപോലെ സാമ്പാറിലായാലും ഇടാലോ. പിന്നത്തെ ഐറ്റം എന്താ, ചിക്കനാണ്. ചിക്കൻ വാങ്ങിച്ചിട്ടുണ്ട്. അപ്പൊ ചിക്കനൊക്കെ എനിക്ക് ഇനി വാഷ് ചെയ്തിട്ടൊക്കെ വേണം ഫ്രിഡ്ജിനകത്ത് എടുത്ത് വെക്കാനായിട്ട്. അപ്പൊ ഞാൻ ഇവിടേക്കൊന്ന് സെറ്റ് ആക്കട്ടെ ആദ്യം. ഇതെല്ലാം കട്ട് ചെയ്ത് വെക്കുമ്പോ അതിന്റെ ഉള്ളിലൊക്കെ ഒന്ന് സൂക്ഷിക്കുന്നത് നല്ലതാ. ചെറിയ പുഴുവൊക്കെ ഉണ്ടോന്ന് ഒക്കെ നോക്കുന്നത് നല്ലതാണ്. അപ്പൊ അതുകൊണ്ട് ഞാൻ അതും കൂടെ ചെക്ക് ചെയ്തിട്ടാണ് ഇത് വെക്കുന്നത്. ഇത്രയും വലിയ തണ്ടുമായിട്ട് നമ്മൾ ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് സ്പേസ് പോകും. ഇത് മാറ്റുന്നത് തന്നെയാണ് നല്ലത്. ഇന്നലെ പിന്നെ വീഡിയോ ഒന്നും എടുത്തില്ല കേട്ടോ. ഇന്നലത്തെ ദിവസം അങ്ങനെ കഴിഞ്ഞു പോയി. ഇന്ന് ഞാൻ രാവിലെ എടുക്കുന്ന വീഡിയോ ആണ്. ഇന്ന് രാവിലെ ഞാൻ ഓർത്ത് ഇടിയപ്പം ഉണ്ടാക്കാന്ന്. ഇടിയപ്പം പൊടി പാക്കറ്റ് ഇരിപ്പുണ്ടായിരുന്നു. അപ്പൊ ഇത് വെച്ച് ഉണ്ടാക്കാന്ന് വിചാരിച്ച് ഞങ്ങൾ നൂലപ്പം എന്നാണ് പറയാറ് വീട്ടില്. അപ്പൊ ഇതാ നൂലപ്പം ഉണ്ടാക്കാനുള്ള പാത്രത്തിൽ ഇതാ വെള്ളമൊക്കെ വെച്ച് തട്ടൊക്കെ വെച്ചിട്ടുണ്ട്. ഇവിടെ ഞാൻ വെള്ളം തിളയ്ക്കാനായിട്ട് ഇവിടെ കുറച്ച് വെച്ചിട്ടുണ്ട് അടുപ്പത്ത്. അപ്പൊ നമുക്ക് അപ്പോഴേക്കും പൊടിയൊക്കെ എടുത്തൊന്ന് റെഡിയാക്കാം. ഞാനൊരു 2-2.25 എടുത്തിട്ടുണ്ട്. അങ്ങനെ മെഷർമെന്റ് ഒന്നും ഇല്ല കേട്ടോ. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. അപ്പൊ ഈ ഉപ്പൊക്കെ ചേർത്തപ്പോൾ ഞാൻ എന്താ ഇതൊന്ന് ഇളക്കിയിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഉപ്പൊക്കെ ചേർത്തതിന് ശേഷം ഇനി നമുക്ക് ഇതിലേക്ക് നല്ല തിളച്ചുകൊണ്ടിരിക്കുന്ന വെള്ളം എടുത്ത് ഒഴിക്കാം. വെള്ളം എടുത്ത് ഒഴിച്ച് വേഗത്തിൽ കുഴയ്ക്കാം. ഇവിടെ വെള്ളം നല്ല പോലെ തിളച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ ഞാൻ തിളച്ച വെള്ളത്തിൽ നിന്ന് കുറച്ചെടുത്ത് കപ്പിലേക്ക് ഒഴിച്ച് ബാക്കി അങ്ങനെ തന്നെ സിമ്മിലിട്ടേക്കണം കേട്ടോ. അപ്പോൾ വെള്ളത്തിൻ്റെ ചൂടാറാതിരിക്കാൻ തിളച്ച വെള്ളം ഒഴിച്ച് നമുക്ക് കുഴച്ച് കൊടുക്കാം. ഒരു കപ്പ് പൊടിക്ക് ഒരു 1-1.25 കപ്പ് വെള്ളമാണ് ശരിക്കും ആവശ്യം. പിന്നെ ഓരോരുത്തർ ഉപയോഗിക്കുന്ന പൊടിക്ക് അനുസരിച്ച് വ്യത്യാസം വരും. ഞാനിപ്പോൾ ഇവിടെ അളന്നിട്ടൊന്നല്ല ഒഴിക്കണേ, ഒരു ഉദ്ദേശം കൊണ്ടിങ്ങനെ ഒഴിച്ച് അതുപോലെ പൊടി നനയാനുള്ളത് നോക്കിയാണ് ഒഴിച്ചു കൊടുക്കുക. അത്രേ ഉള്ളൂ. കുറേശ്ശെയായിട്ട് ഒഴിച്ചു കൊടുക്കണമെങ്കിൽ വെള്ളം അധികമായി പോകാതെ നമുക്ക് നോക്കാം. നമ്മൾ പെട്ടെന്ന് ഒറ്റയടിക്ക് കുറേ ഒഴിക്കുമ്പോൾ ചിലപ്പോൾ കൂടി പോകാനും മതി. അല്ലെ പിന്നെ നമ്മൾ അളന്ന് വെച്ചിരിക്കുന്ന വെള്ളമാണെങ്കിൽ കുഴപ്പമില്ല. പിന്നെ ഞാൻ ഫ്ലെയിം ഓഫ് ആക്കണം. ഇതോടൊപ്പം തന്നെ ഞാനൊരു ശകലം വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. ഒരു സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. പൊടിക്കൊരു മയമൊക്കെ കിട്ടാൻ വേണ്ടി ഒഴിച്ചു കൊടുക്കുന്നതാണ്. ഇപ്പൊ പൊടിയൊക്കെ ഇവിടെ നല്ല പോലെ തന്നെ നനഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇനി നമുക്ക് കൈ കൊണ്ട് പയ്യെ ഒന്ന് കുഴച്ചു കൊടുക്കാൻ. ഞാനിങ്ങനെ മരത്തിന്റെ കയ്യിലിന്റെ കടവശം വെച്ചിട്ടോ ചെയ്യുന്നത്. എന്തെങ്കിലും ഉപയോഗിച്ച് നിങ്ങൾക്ക് ചെയ്യാട്ടോ. ഇപ്പോഴും പൊടിക്ക് നല്ല ചൂടാട്ടോ. നമുക്ക് വേഗത്തിൽ കൈ വെക്കാൻ പറ്റില്ല. ഞാൻ ഇവിടെ അടുത്ത് പാത്രത്തിൽ ഇത്തിരി വെള്ളം വെച്ചിട്ടുണ്ട് കൈ തൊടാനായിട്ട്. അപ്പോൾ ശരിക്കും ചൂടോടെ കുഴയ്ക്കുമ്പോൾ അതിൻ്റെ ആ സോഫ്റ്റ്നെസ് കിട്ടുള്ളൂ. എന്നാലും നമുക്ക് ആ അച്ചിൻ്റെ ഉള്ളിൽ നിന്നൊക്കെ വേഗത്തിൽ അധികം ടൈറ്റ് ആവാതെ വേഗത്തിൽ വിട്ട് കിട്ടുള്ളൂ. ഒരുപാട് കുഴക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. ജസ്റ്റ് ആ പൊടിയൊക്കെ ഒന്ന് നല്ലപോലെ
എല്ലാവിടെയും വെള്ളമൊക്കെ ഒന്ന് എത്തി നല്ലപോലെ ഒന്ന് കുഴഞ്ഞ് കിട്ടിയാൽ മതി. അപ്പോൾ ഇതാ ഞാൻ പൊടിയൊക്കെ നല്ലപോലെ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടോ. പിന്നെ ഞാനിതിനെ വേറൊരു പാത്രത്തിലേക്ക് ഒന്ന് മാറ്റി വയ്ക്കാം. അപ്പോൾ ഇവിടെ ഞാൻ ഇതാ തട്ടുകളെല്ലാം എടുത്ത് ഓയിൽ പറ്റിക്കൊണ്ടിരിക്കുക കേട്ടോ. അപ്പോൾ 2 തട്ടിന് ഓൾറെഡി പുരട്ടി കഴിഞ്ഞു. അപ്പോൾ ഇനി ഇതിനകത്ത് ഇതാ ചെറുതായിട്ട് തിരിച്ച് ഓയിലൊക്കെ കൊടുക്കുന്നുണ്ട്. ഇവിടെ ഞാൻ 2 തട്ടുകളിൽ ഇങ്ങനെ ബൗൾ വയ്ക്കുന്നുണ്ട്. കാരണം നമുക്ക് അങ്ങനെ ഒരു ഹൈറ്റ് കിട്ടാനായിട്ട്. അപ്പോൾ പിന്നെ മുട്ടി ഇങ്ങനെ നിൽക്കില്ല. അതിനുശേഷം നമ്മൾ ഇതും കൂടെ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ അപ്പോൾ നല്ല ഗ്യാപ്പിൽ നമുക്ക് ഇത്രയും നമ്പറുകൾ ഒരുമിച്ച് ഉണ്ടാക്കാം. അപ്പോൾ ഞാൻ ഈ ഇതിനകത്തേക്ക് എല്ലാത്തിലേക്കും തിരിച്ച് തേങ്ങ ഇട്ട് കൊടുക്കുന്നുണ്ട്. തേങ്ങ അടിയിൽ തട്ടിൽ ഇത്തിരി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഏറ്റവും മുകളിലത്തെ തട്ടായതുകൊണ്ട് മുകളിലത്തെ തട്ടിൽ നമുക്ക് നടുക്കും വെക്കാം. ഇതിനകത്ത് വെക്കണമെങ്കിൽ കുഴപ്പമില്ല കേട്ടോ. ഞാൻ നല്ല ഇതിൽ സ്പേസ് കൂടുതൽ കിട്ടാൻ വേണ്ടി ബൗൾ വെച്ച് ഹൈറ്റിക്ക് കൂട്ടുന്നതാണ്. നിങ്ങൾക്ക് രാവിലെ ചപ്പാത്തിയുള്ള ക്ലാസ്സൊക്കെ ഉള്ള ദിവസം ചപ്പാത്തി ഉണ്ടാക്കി കൊണ്ടുപോകാൻ കൂടുതൽ ഇഷ്ടം. ക്ലാസ് ഇല്ലാത്തപ്പോൾ അങ്ങനത്തെയൊക്കെ പലഹാരങ്ങളൊക്കെ ഉണ്ടാക്കാൻ പറ്റുള്ളൂ. ഞാൻ എന്താ നമ്മുടെ അച്ചുണ്ടാക്കാനുള്ള അച്ചെടുത്തിട്ടുണ്ട്. അപ്പം അച്ചുമ്മ ഇതാ ഉള്ളിലൊക്കെ ഓയിൽ തൂത്ത് കൊടുത്തിട്ടുണ്ട് നന്നായിട്ട്. നമുക്ക് ഇതിന് കുറേശ്ശെയായിട്ട് ഇതിനകത്തേക്ക് വെച്ച് കൊടുക്കാം. ഇതുമേ ഞാൻ നല്ലപോലെ ഓയിലൊക്കെ പുരട്ടി കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഇവിടെ ഒരു ബുദ്ധിമുട്ടും ഇല്ലാതെ വേഗത്തിൽ ഈ രീതിയിൽ ചിറ്റിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ നൂലപ്പം പെട്ടെന്ന് തന്നെ വിട്ട് കിട്ടുന്നുണ്ട്. നമ്മൾ ആ ചൂടേപ്പാടെ ആ സോഫ്റ്റ്നെസ്സോട് കൂടി തന്നെ ഉണ്ടാക്കണം. കുറച്ച് വൈകിയൊക്കെ നമ്മൾ ഉണ്ടാക്കുമ്പോൾ അത് ഹാർഡാവും. പിന്നെ അത് പ്രോപ്പർലി വീഴില്ല. നൂലപ്പം എങ്ങനെ ആരുണ്ടാക്കിയാലും നല്ല ടേസ്റ്റി ആയിരിക്കും. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നൊരു പലഹാരമാണല്ലോ നൂലപ്പം. ഞങ്ങളുടെ വീട്ടിലൊക്കെ എല്ലാവർക്കും ഇഷ്ടം കേട്ടോ. അഞ്ജലിക്കും മാൽവിനും ചേട്ടനും എനിക്കൊക്കെ ഇഷ്ടമാണ്. അപ്പോൾ ഇവിടെ നമ്മുടെ വെള്ളം നല്ലപോലെ ചൂടായിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് ഞാൻ അതിനകത്ത് ഉണ്ടായിരുന്ന തട്ടിനെ മാറ്റി. കാരണം ആ തട്ട് വെച്ച് കഴിഞ്ഞാൽ 3 തട്ടും കൂടെ ഒരുമിച്ച് വെക്കാൻ പറ്റില്ല. ഇനി ഇതേപോലെ എനിക്ക് 3 ഫില്ല് ചെയ്തെടുക്കണം. അപ്പോൾ ഇത് ഒറ്റ ട്രിപ്പിലേക്ക് വെക്കുക. അപ്പോൾ നമ്മുടെ 2ാമത്തെ തട്ട് അങ്ങനെ അടപ്പത്ത് കയറിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ 3ാമത്തെ തട്ടും വെച്ചിട്ടുണ്ട്. ഫ്ലെയിമൊക്കെ കൂട്ടി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ഇതൊരു 10 മിനിറ്റ് അടച്ച് വേവിക്കാം. ഒരു 8 മിനിറ്റൊക്കെ ആയാലും മതി. അപ്പോൾ ഇപ്പോൾ ഒരു 10 മിനിറ്റൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കൊന്ന് തുറന്ന് നോക്കാം. നമ്മുടെ നൂലപ്പം നല്ല അടിപൊളിയായിട്ട് റെഡി ആയിട്ടിരിപ്പുണ്ട്. അപ്പോൾ ഞങ്ങളുടെ ബ്രേക്ക്ഫാസ്റ്റ് റെഡി. പിന്നെ ഇതിനെ നമുക്കൊന്ന് പുറത്തേക്ക് മാറ്റണം. അപ്പോൾ അതിട്ട് വയ്ക്കാനായിട്ട് ഞാൻ എന്താ ബേസിനെ കൂടെ വാഷ് ചെയ്ത് തുടച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. നൂലപ്പം ഇത്ര ഉണ്ടാക്കി കഴിഞ്ഞു. ഇനി കുറച്ചും കൂടെ ബാക്കിയുണ്ട്. അപ്പോൾ അത് ഞാനിങ്ങനെ മൂടി വെച്ചേക്കാം കേട്ടോ. ഡ്രൈ ആയി പോകാതിരിക്കാനായിട്ട് മൂടി വെച്ചേക്കാണ്. അപ്പോൾ ഇതും കൂടെ എനിക്ക് ഉണ്ടാക്കണം. ഇതും കൂടെ ഞാൻ ഉണ്ടാക്കാൻ പോവാണ്. അപ്പോൾ ഞങ്ങളുടെ ബ്രേക്ക്ഫാസ്റ്റ് ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. പിന്നെ ഞാൻ ഇന്ന് ഇതിൻ്റെ കൂടെ മുട്ടക്കറി ആയിട്ട് ഉണ്ടാക്കിയിരിക്കുന്നത് എഗ്ഗ് കറി. അപ്പോൾ എഗ്ഗ് കറിയുടെ നമ്മൾ ഒരുപാട് വീഡിയോ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാട്ടോ എഗ്ഗ് കറിയുടെ വീഡിയോ എടുക്കാതിരുന്നത് ഞാൻ. കാരണം നമ്മൾ റോസ്റ്റ് ചെയ്യുന്നതും കറി ഉണ്ടാക്കുന്നതും അങ്ങനെ എഗ്ഗ് കറിയുടെ പല പല രൂപങ്ങൾ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് പിന്നെ ഞാൻ ഓർത്ത് നിങ്ങളെ ബോറടിപ്പിക്കണ്ടാകും. അപ്പം ഇനി ഇങ്ങനെ ജോലികൾ ഇങ്ങനെ കിടക്കണം. ഒത്തിരി നീളത്തിൽ ഇങ്ങനെ കിടക്കണം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. ഇനി നമ്മൾ വീഡിയോ എടുക്കാൻ നിന്നാൽ വീഡിയോ നമ്മൾ ഒത്തിരി ലെങ്തി ആയിപ്പോൾ. അപ്പോൾ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം കമൻസിലൂടെ അറിയിക്കാൻ മറക്കരുത്. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ. ഫേസ്ബുക്കിലാണ് നിങ്ങൾ ഈ വീഡിയോ കാണുന്നതെങ്കിൽ ലിജീസ് വ്ലോഗ്സ് എന്നുള്ള ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്ത് അതുപോലെ തന്നെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാൻ പറ്റുമെങ്കിൽ ഫേസ്ബുക്കിലും ഷെയർ ഒക്കെ ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യാൻ ഒട്ടും തന്നെ മറക്കരുത് കേട്ടോ. വീണ്ടും നമുക്ക് നല്ലൊരു അടിപൊളി വീഡിയോയുമായി കാണാം. ബൈ ബൈ.